കോഴിക്കോട്. ആഹാ, ആ പേര് കേൾക്കാൻ തന്നെ എന്തൊരു അതിർപ്പാണ്. ടിപ്പു സുൽത്താന്റെയും സാമൂതിരിന്റെയും കുഞ്ഞാലിമരക്കാരൻ്റെ ഒക്കെ കാൽച്ചുവട് പതിഞ്ഞ കോഴിക്കോട്, നമ്മളെ കോഴിക്കോട്. ആ കോഴിക്കോടിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോണത്. മിഷ്കാല് പള്ളിയും മുച്ചുന്തി പള്ളിയും ജുമായത്ത് പള്ളിയും തളിക്ഷേത്രവും പുതിയമ്പലും ഒക്കെ തല പൊക്കി നിൽക്കുന്ന നമ്മളെ കോഴിക്കോട്. നമ്മളെ കോഴിക്കോട് കോഴിക്കോട് പത്തിരി ചുട്ട് വെച്ച കല്ലിന്മേലെ ഊതുരുക്കും കോഴിക്കോട് അത്തരൂഷി കൽബിൻ കോണിപ്പടിയിൽ. പിന്നെ ആ ചങ്ങായി ഉണ്ടല്ലോ, എന്തേലും പേര് ആ സായിപ്പ് വാസ്കോഡി ഗാമ. മൂപ്പരാണ് ആദ്യമായിട്ട് ഇവിടെ കാലുകുത്തിയെന്നാണല്ലോ നമ്മളൊക്കെ പഠിച്ചു വെച്ചിക്കണേ. എന്നാ കേട്ടോളി കുട്ടികളെ, അങ്ങനൊന്നല്ല കാര്യങ്ങള്. അതിൻ്റെ ഒക്കെ എത്രയോ മുമ്പ് അറബികൾ അത്തറും കൊണ്ട് ഇവിടെ വന്നിക്കണ്, കച്ചവടം ചെയ്തിക്കണ്. ഓലെ അത്തറിന്റെ മണം ഇന്നും നമ്മളെ കൽവിലുണ്ട്. കോഴിക്കോട്ട് അങ്ങാടി കൂടി മുണ്ടും മടക്കി കുത്തി തലയിലൊരു കെട്ടും കെട്ടി സുജായി ആയിട്ട് അങ്ങനെ നടക്കുമ്പം ഇടയ്ക്കൊക്കെ അറബിയാലും കൂടി ഒന്ന് ഓർക്കണേ നല്ലതാണ്. ഇന്നിപ്പം നട്ടുച്ചക്ക് റഹ്മത്തിന്റെ പള്ള നിറച്ച് ബീഫ് ബിരിയാണിയും കഴിച്ച് മോന്തിക്ക് സൈനത്താന്റെ വീടെന്നൊരു സുലൈമാനിയും കുടിച്ച് ബീച്ചിലെ മണലിൽ അങ്ങനെ വീടും വലിച്ച് മലന്ന് കിടന്ന് പകൽക്കിലാവ് കാണാൻ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒക്കെ പിന്നിൽ ആ അറബിയാളിയും നമ്മളൊക്കെ പൂർവികന്മാർ അധ്വാനത്തിന്റെ